ഓക്കെ, നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ജസ്റ്റ് ഒരു ബേസിക് ലെവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഇവിടെ കവർ ചെയ്യാനുള്ളത് വേരിയബിൾസിനെ ഒന്നും കൂടെ ഡെപ്തിൽ അറിയാം, പിന്നെ ഓപ്പറേറ്റേഴ്സ് പറയാനുണ്ട്, പിന്നെ അരിത്തമെറ്റിക്, അങ്ങനെ കുറച്ച് കൈൻഡ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ഡാറ്റ ടൈപ്പ് ഉണ്ട്, ഫങ്ഷൻസ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജാവാസ്ക്രിപ്റ്റിലെ അത്യാവശ്യം ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒന്ന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഒന്നും കൂടെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് ജാവാസ്ക്രിപ്റ്റ് മുന്നോട്ട് പോകാം. നമ്മൾ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 3 കീവേഡ്സ് യൂസ് ചെയ്യണം. അതിൽ ഒരെണ്ണം var, let, const. ഇതിലേതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്താൽ മതി. ഈ രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആ വേരിയബിളെ നമ്മുടെ സ്ക്രിപ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുള്ളൂ. മറ്റേത് ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അൺഡിഫൈൻഡ് എന്നുള്ള രീതിയിലാണ് കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ എന്താ വെച്ചാൽ വേരിയബിളിലേക്ക് ഡയറക്റ്റ് ഒരു വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി എക്സ് എന്താണെന്നുള്ളത് ഇതിലോട്ട് ഓൾറെഡി അസൈൻ ചെയ്തുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു var, let ഇത് വെച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അല്ലാത്ത സിറ്റുവേഷനിൽ നമുക്കിത് കൊടുത്തേ തീരുള്ളൂ. നമുക്ക് ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും കോഡ് എഴുതണമെന്നൊന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രൗസറിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് നിൽക്കുക, എന്നിട്ട് ഇൻസ്പെക്റ്റ് എന്ന് കൊടുക്കുക. ഇൻസ്പെക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൺസോളിൽ നമുക്ക് കോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു എന്ന് കൊടുത്തു, എൻ്റർ അടിച്ച്. ഇവിടെ എന്ത് സംഭവിച്ച്? ഈസ് നോട്ട് ഡിഫൈൻഡ്. ഇങ്ങനൊരു കേസസ് ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് എന്താണെന്ന് നമ്മുടെ സ്ക്രിപ്റ്റിന് മനസ്സിലായിട്ടില്ല. അപ്പം അതാണ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നേരെ മറിച്ച് ലെറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ എടുത്തു, ആ വാല്യൂവിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നുള്ള രീതിയിലുള്ള എറർ ഒഴിവായി കിട്ടും. ഓക്കെ, ഇനി നമ്മൾ = 1 എന്ന് കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. എയിലേക്ക് എന്ത് വന്ന് 1 എന്നുള്ള വാല്യൂ വന്ന്. ലെറ്റ് = 1 കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളവിടെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ച്? അതിൻ്റെ ഔട്ട്പുട്ട് 1 എന്ന് പറഞ്ഞു വന്ന്. ഈ ലെറ്റ് = 1 എന്ന് അതിന് പ്രത്യേകിച്ച് ഒരു റിട്ടേൺ ഇല്ല. റിട്ടേൺ മീൻസ് അതിന് പ്രത്യേകിച്ചൊന്നും ഔട്ട്പുട്ട് കാണിക്കാനില്ല. അതുകൊണ്ടൊക്കെയാണ് ഇവിടെ അൺഡിഫൈൻഡ് എന്നൊക്കെ എഴുതി കാണിക്കുന്നത്. ഇനി നമ്മൾ ഒരു നേരെ മറിച്ച് വേരിയബിളിന് പകരം നമ്പേഴ്സ് കൊടുത്താൽ എന്ത് സംഭവിക്കും നോക്കാം. നമ്പർ ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ തന്നെ അവിടെ വരും. ഓക്കെ, അപ്പോൾ അത് കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. എന്ന് നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു വേരിയബിൾ ലെവലിലാണ് നമ്മൾ കമ്പൈലർ കൺസിഡർ ചെയ്യുക. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ക്യാരക്ടേഴ്സ് കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിലുള്ള എറർ വരാൻ കാരണം. ഓക്കെ, അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊരു വേരിയബിളായിട്ട് ഡിഫൈൻ ചെയ്യണം. അതിന് ലെറ്റ് ASDS കൊടുക്കാം, അല്ലെങ്കിൽ ലെറ്റ് var എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ കോൺസ്റ്റ് എന്ന് കൊടുക്കാം. 3 രീതിയിലാണ് നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പറ്റുക. മിസ്സിംഗ് ഇനീഷ്യലൈസർ ഇൻ കോൺസ്റ്റ്. കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ഒരു വാല്യൂ അപ്പോഴും അതിലേക്ക് അസൈൻ ചെയ്തിട്ട് വെക്കണം, എന്നാലേ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റ് 2 വേരിയബിൾസ് ഡിഫൈൻ ചെയ്യുമ്പോൾ അങ്ങനത്തെ റൂൾസ് ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനൊരു ഇഷ്യൂ വന്നിട്ടുള്ളത്. ഇതിലൊക്കെ നമുക്ക് മെയിനായിട്ട് മനസ്സിലാവേണ്ടത് എന്താ വെച്ചാൽ, നമുക്ക് എറർ മാക്സിമം ഫെമിലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഒന്നും കൂടെ പ്രോഗ്രാമിങ് സ്പീഡാക്കാൻ പറ്റും. ഇതിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മിസ്സിംഗ് ഇനീഷ്യലൈസർ ഇൻ ദ കോൺസ്റ്റ് ഡിക്ലറേഷൻ. ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല, അതിങ്ങനെ ഒരു കേസ് മിസ്സിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ കൊടുത്തപ്പോൾ പെട്ടെന്ന് ക്ലിയർ ആയത്. അപ്പം നിങ്ങളും കൂടുതൽ എറർ വരുമെന്ന് വിചാരിച്ചിട്ട് എല്ലാം കറക്റ്റാക്കി കൊടുക്കണ്ട. മാക്സിമം തെറ്റിച്ചിട്ട് കൊടുക്കുക, എന്നിട്ട് വരുന്ന എറർ കറക്റ്റ് ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ. നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന 3 രീതികളാണ് ഈ പറഞ്ഞ രീതികൾ. ഇതൊക്കെ നമ്മൾ മുന്നേ വർക്കൗട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നിന്നൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം.
ഇപ്പോൾ ഈ ലെറ്റ് വേറെ കോൺസ്റ്റ് എന്നൊക്കെ ഇതിനെപ്പറ്റി കൂടുതൽ പറയാനൊന്നുമില്ല. മെയിൻലി ഇത്രയും കാര്യങ്ങൾ തന്നെ ഉള്ളൂ. കോൺസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഒരു വാല്യൂ അതിലേക്ക് അസൈൻ ചെയ്യേണ്ടി വരും. കോൺസ്റ്റ് പൈ ഈക്വൽ ടു 3.14 ഈ ഒരു സംഖ്യ എന്ത് ചെയ്ത് ആ പൈയിലേക്ക് അസൈൻ ചെയ്ത് പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ പി ഐ എന്നുള്ള വേരിയബിൾ മാത്രം യൂസ് ചെയ്താൽ മതി. അതിൻ്റെ സ്ഥാനത്ത് എന്ത് വരും, 3.14 വരും. ഇവിടെ ഒന്നും ആർക്കും ഡൗട്ട് ഇല്ല തോന്നുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ ഒരു ഏരിയയൊക്കെ അണ്ടർസ്റ്റുഡ് ആണ് എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ക്ലാസ് കുറച്ച് സ്പീഡിലായിട്ടാണ് പോകുന്നുണ്ടാവുക, അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിങ് ചെയ്യുക അല്ലെങ്കിൽ ചോദിക്കുക. ഇനി ഓപ്പറേറ്റേഴ്സിലേക്ക് കിടക്കാം. ഓപ്പറേറ്റേഴ്സിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ഓക്കെ, ഇവിടെ എന്താ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞത്, ഒന്ന് അഡീഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്താണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സെഡ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതിൽ ഈ പ്ലസും ഈ ഈക്വൽ ടും ഇതിനൊക്കെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആ ഓപ്പറേറ്റേഴ്സിനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലെ ഫസ്റ്റത്തെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്തിനാ വെച്ചാൽ നമ്മളെ വേരിയബിളിലേക്ക് ഒരു വാല്യൂവിനെ അസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ എക്സ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ് കൊടുക്കും. അതായത് ആ എക്സിലോട്ട് എന്താണ് ഒരു വാല്യൂവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് അഡീഷണൽ ഓപ്പറേറ്റേഴ്സ്. ഈ അഡീഷണൽ ഓപ്പറേറ്റർ എന്തിനാ വെച്ചാൽ രണ്ട് വേരിയബിൾ തമ്മിൽ സം ചെയ്യാൻ അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സ് സം ചെയ്യാൻ അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററാണ് അഡീഷൻ ഓപ്പറേറ്റർ. അതിന് റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്ലസ് എന്ന് വെച്ചിട്ടാണ്. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്, അതുകൊണ്ട് അതിൻ്റെ ഡെപ്തിലേക്ക് പോകുന്നില്ല. അങ്ങനെ കുറച്ച് കൈൻഡ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അരിത്തമെറ്റിക്, അസൈൻമെൻറ്റ്, കമ്പാരിസൺ, സ്ട്രിങ്, ലോജിക്കൽ, ബിറ്റ്വൈസ്, ടെർണറി ടൈപ്പ് ഓപ്പറേറ്റേഴ്സ്. ഇതിൽ നമുക്കിപ്പോൾ കവർ ചെയ്യേണ്ടത്, നിങ്ങൾക്കൊരു ബേസിക് നോളജ് കിട്ടണമെന്നുണ്ടെങ്കിൽ അരിത്തമെറ്റിക്, അസൈൻമെൻറ്റ്, കമ്പാരിസൺ ഈ 3 മിനിമം നിങ്ങൾ എന്തായാലും മനസ്സിലാക്കിയിരിക്കണം. ബാക്കിയൊക്കെ പിന്നീട് നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾ നോക്കി ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളൊരു ബേസിക് സ്ട്രക്ചർ ബിൽഡ് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് ഡെപ്തിലേക്ക് നിങ്ങൾക്ക് പോയി ആവശ്യം ഉണ്ടാകുമ്പോൾ പോയി നോക്കിയാൽ മതി ഇത്രയും കാര്യങ്ങളൊക്കെ. പിന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും നമുക്ക് വേണ്ടി വരും. ഇതൊക്കെ എന്താ വെച്ചാൽ ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിൾ നോക്കിയാൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ ടേബിൾ ഇവിടെ ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, ഇതിലിപ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ടേബിൾ മാത്രം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ബാക്കി നിങ്ങൾക്ക് അത് വെച്ചിട്ട് പ്രാക്ടിക്കലൊക്കെ വളരെ കുറവായിരിക്കും വരിക. അപ്പോൾ അതാണ് ഞാൻ അതിലോട്ടൊന്നും വല്ലാണ്ട് പോവാത്തത്. ഫസ്റ്റ് നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്താ നോക്കാം. നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. പ്ലസ്, മൈനസ്, സ്റ്റാർ, ഇത് പവർ, പിന്നെ ഡിവൈഡ് ചെയ്യുക, പെർസെൻറ്റേജ് ആണ്, ഇൻക്രിമെൻറ്റ് ചെയ്യുക, ഡിക്രിമെൻറ്റ് ചെയ്യുക. ഇതിൽ പ്ലസും മൈനസും സ്റ്റാറും ഡിവൈഡ് ചെയ്യുക, പെർസെൻറ്റേജ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും അല്ലേ. ഈ സ്റ്റാർ എന്താ വെച്ചാൽ പവർ കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അതായത് 1 പവർ 2 എന്നൊക്കെ, അല്ലെങ്കിൽ എക്സ്പോണൻഷ്യലിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ സംഭവം. പക്ഷെ ഇതും അല്ലാണ്ടും നമുക്കങ്ങനെ യൂസ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ലോജിക്കൽ ലെവലിലേക്കൊക്കെ എന്തെങ്കിലും, അതായത് ഫിസിക്സ് ലെവൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴൊക്കെയാണ് ഇതിൻ്റെ യൂസേജ് വരിക. നിങ്ങളിപ്പോൾ ഒരു വെബ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ യൂസേജ് വരാൻ ചാൻസ് വളരെ കുറവാണ്. നമുക്ക് വെബ് ഡെവലപ്മെൻറ്റിൽ മെയിൻലി വരുന്ന വർക്ക് എന്താ വെച്ചാൽ ഡാറ്റാബേസിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യുക, അവിടുന്ന് റീഡ് ചെയ്യുക, അത് നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്യുക. നമ്മൾ ഇവിടുന്ന് യൂസറിൻ്റെ അടുത്തുനിന്ന് ഇൻപുട്ട് മേടിച്ചിട്ട് നമ്മൾ ബാക്കെൻഡിൽ സ്റ്റോർ ചെയ്യുന്നു. ബാക്കെൻഡിൽ സ്റ്റോർ ചെയ്ത സാധനം എന്ത് ചെയ്യുക, ഇവിടുന്ന് ആവശ്യാനുസരണം റിട്രീവ് ചെയ്തിട്ട് ഇവിടെ നല്ല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഫോക്കസ്ഫുള്ളി അറിയേണ്ടത് സ്റ്റൈൽ ചെയ്യുന്ന പോർഷനിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യുക. പിന്നെ ബാക്കെൻഡിൽ ഡാറ്റാബേസിലേക്ക് എങ്ങനെ സ്റ്റോർ നടക്കുന്നത്, അവിടുന്ന് എങ്ങനെ റിട്രീവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നടക്കുന്നത്, അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം കവർ ചെയ്യേണ്ടത്. എന്നാലേ നിങ്ങൾക്ക് എവിടെയെങ്കിലും പഠിച്ചെത്തി എന്നുള്ളൊരു ഫീല് വരുള്ളൂ. മറ്റെന്താ വെച്ചാൽ ഇത് കുറേ ഡെപ്തിൽ പോയി കഴിഞ്ഞാൽ ഇതൊന്നും നാളെ തീരുമില്ല, കുറേ ഉണ്ട്, എന്നെ കൊണ്ടൊന്നും കഴിയില്ല പറഞ്ഞിട്ട് നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് പോകാൻ ചാൻസ് വളരെ അധികം ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയുന്ന നോളേജ് വെച്ചിട്ട് നിങ്ങളൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുക. അതാണ് ഫസ്റ്റ് നിങ്ങൾ വരേണ്ടത്. പിന്നീട് നിങ്ങൾ അതിൽ വരുന്ന തെറ്റുകളിൽ നിന്ന് പഠിച്ച് ഉയരും. ആ ഒരു ലെവലിൽ പോകുന്നതാണ് ബെറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പ്ലസ് അറിയാം, മൈനസ് അറിയാം, സ്റ്റാർ അറിയാം, മൾട്ടിപ്ലിക്കേഷൻ അറിയാം,
അതുപോലെ തന്നെ ഡിവിഷനും അറിയാം. പിന്നെ നിങ്ങൾക്ക് ലൂപ്പൊക്കെ ചെയ്യുമ്പോൾ പ്രോഗ്രാം ബേസ് ചെയ്തിട്ട് ലൂപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് വരുന്ന ഒരു ഓപ്പറേറ്ററാണ് ഈ 2 പ്ലസ് കൂട്ടി വെച്ചിട്ടുള്ളത്. എന്താ വെച്ചാൽ ഒന്നുമില്ല, നമ്മളെ വാല്യൂ ഇപ്പോൾ കറണ്ട് വാല്യൂ 10 ആണെങ്കിൽ 10 പ്ലസ് പ്ലസ് കൊടുത്താൽ 11 ആവും. അതേപോലെ തന്നെ മൈനസ് മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ 10 മൈനസ് മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ 9 ആവും. അത്ര വരുന്നുള്ളൂ. അപ്പൊ ഇതിൽ നോക്കുമ്പോൾ തന്നെ ഇതിലൊരു 80% നിങ്ങൾ കവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇതൊക്കെ ഓക്കെ, ഇത്ര തന്നെ മതി നോളേജ്. പിന്നെ വരുന്നത് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. നമ്മളൊരു വാല്യൂ ഒന്നിലേക്ക് അസൈൻ ചെയ്യുക, മറ്റു കാര്യങ്ങൾക്കൊക്കെയാണ്. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈക്വൽ ടു, പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, മൾട്ടിപ്ലിക്കേഷൻ, സ്റ്റാർ ഈക്വൽ ടു, സ്ലാഷ് ഈക്വൽ ടു. ഇതൊന്നും വല്ലാണ്ട് യൂസ് ചെയ്യൊന്നുമില്ല. ഇതിൽ മെയിനായിട്ട് നിങ്ങൾ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് മനസ്സിലാക്കിയാൽ മതി. അതായത് ഈക്വൽ ടു ഓപ്പറേറ്റർ യൂസ് ചെയ്താൽ മതി. പിന്നെ പ്ലസ് ഈക്വൽ ടു ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു നമ്പർ ഉണ്ടാവും, ആ നമ്പറിന്റെ കൂടെ ഈ ഒരു നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് അത് യൂസ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ മിനിമം ഇത് മനസ്സിലാക്കി വെക്കുക. ഒരു വേരിയബിളിലേക്ക് ഒരു വാല്യൂവിനെ എങ്ങനെ അസൈൻ ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ എന്താ വെച്ചാൽ നമുക്ക് 1-2 സ്റ്റെപ്പിൽ എഴുതേണ്ടത് ഒരു സിംഗിൾ സ്റ്റെപ്പിൽ എഴുതുന്നേ ഉള്ളൂ. അപ്പോൾ മിനിമം നമുക്ക് വേണ്ടത് എന്താണ്, ഒരു ഈക്വൽ ടു വെച്ചിട്ട് 2-3 സ്റ്റെപ്പ് ആയാലും കുഴപ്പമില്ല. നിങ്ങൾ ആദ്യം ബേസിക് ഇതെങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് മനസ്സിലാക്കി വെക്കുക. പിന്നെ പറയുന്നത് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. അതായത് ഈ 2 വേരിയബിൾ ഈക്വൽ ആണോ ഗ്രേറ്റർ ആണോ, അതിൻ്റെ ടൈപ്പും അതിൻ്റെ വാല്യൂ ഈക്വൽ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. അതിൽ വരുന്ന ഡബിൾ ഈക്വൽ ടു ഉണ്ട്, ട്രിപ്പിൾ ഈക്വൽ ടു ഉണ്ട്, നോട്ട് ഈക്വൽ ടു ഉണ്ട്, നോട്ട് ഡബിൾ ഈക്വൽ ടു ഉണ്ട്, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക്. ഇതില് ഈക്വൽ ടു എന്താ വെച്ചാൽ നമുക്കൊരു വാല്യൂ മറ്റേ വാല്യൂ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ സപ്പോസ് 1 ഈക്വൽ ടു 1 ഇത് കൊടുത്താൽ ട്രൂ വരുന്നുണ്ട് അല്ലേ. 1 ഈക്വൽ ടു 1 കൊടുത്താലും ട്രൂ വരുന്നുണ്ട്. 1 ഈക്വൽ ടു ഇത് കൊടുത്തു കഴിഞ്ഞാൽ ട്രൂ വരുന്നുണ്ട്. എന്താണ്, 1ഉം ഈ 1ഉം എന്താണ് ഐഡന്റിക്കലി സെയിം ആണ്. ഓക്കെ, ഇവിടെ ട്രിപ്പിൾ ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ അത് ഫാൾസ് ആയി. കാരണം എന്താണ്, അത് ഐഡന്റിക്കലി സെയിം ആണ്, പക്ഷെ അതിന്റെ ടൈപ്പ് വ്യത്യാസമുണ്ട്. ഇത് നമ്പറാണ്, ഇതൊരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ സ്ട്രിങ് ആണ്. അപ്പോൾ ട്രിപ്പിൾ ഈക്വൽ ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാല്യൂ മാത്രമല്ല നോക്കുക, അതിന്റെ ഡാറ്റ ടൈപ്പും കൂടെ നോക്കും. അപ്പൊ അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, പിന്നെ നോട്ട് ഈക്വൽ ടു വരുന്നുണ്ട്. എന്താ വെച്ചാൽ 1 നോട്ട് ഈക്വൽ ടു 2. ഇതെന്താണ്, 1 2 ആയിട്ട് 1 നോട്ട് ഈക്വൽ ടു 2 ആണ്, ട്രൂ ആണ്. ഓക്കെ, ഈ 1 നോട്ട് ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആയി. അതായത് പറയുന്നത് തെറ്റാണ് അർത്ഥം എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. നമുക്കൊരു സംഭവം ഈക്വൽ അല്ലാന്ന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഓപ്പറേറ്ററാണ് നോട്ട് ഈക്വൽ ടു എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിന്റെ എന്ത് വരും, ടൈപ്പും കൂടെ വരും എന്നുള്ളതാണ്. പിന്നെ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. 1 ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഫാൾസ് ആണ്. കാരണം 1നേക്കാൾ വലുതല്ല 1 എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, 1 ഗ്രേറ്റർ ദാൻ 2 കൊടുത്താലും എന്താണ്, ഫാൾസ് ആണ്. കാരണം 2 ഗ്രേറ്റർ ദാൻ 1 കൊടുത്താൽ എന്താണ്, ട്രൂ ആണ്. 2 1നേക്കാൾ ഗ്രേറ്റർ ആണ് അല്ലേ. 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 കൊടുത്താൽ എന്ത് സംഭവിക്കും, ട്രൂ വരും. കാരണം എന്താണ്, 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഇവിടെ ഗ്രേറ്റർ ദാൻ ഉള്ള വർക്കായില്ല, പകരം ഓർ ഈക്വൽ ടു എന്നുള്ളത് വർക്കായി. അപ്പൊ അത് കാരണം ട്രൂ വന്ന്. ഓക്കെ, ഇത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ലോജിക്കൽ ലെവലിൽ പ്രോഗ്രാം തരുമ്പോഴാണ് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചിന്തിച്ച് നിങ്ങൾ സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഓക്കെ, പിന്നെ ടെർണറി ഓപ്പറേഷൻ എന്ന് വെച്ചാൽ
മേ ബി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും നോക്കാം. 1 ആണെങ്കിൽ ട്രൂ, അല്ലെങ്കിൽ ഫാൾസ്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുകൂടെ ഉഷാറാക്കണമെന്നുണ്ടെങ്കിൽ 1 ലെസ് ദാൻ 1 ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, നമ്മളൊരു ചോദ്യം ചോദിക്കുന്ന പോലെ നിങ്ങൾ ഇതിനെ കൺസിഡർ ചെയ്താൽ മതി. 1 ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആണെന്നുണ്ടെങ്കിൽ യെസ് പറയും, അല്ലാന്നുണ്ടെങ്കിൽ ഫോൾസ് പറയും. ആ ഒരു ലോജിക്കാണ് ഇവിടെ വർക്ക് ആവുന്നത്. 1 ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ യെസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ വർക്ക് ചെയ്യും. അപ്പോൾ 1 ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, അപ്പോൾ ഈ യെസ് വർക്ക് ആയതുള്ളൂ. ഇനിയിപ്പോൾ 1 ലെസ് ദാൻ 0 കൊടുത്തു കഴിഞ്ഞാൽ ഫാൾസ് വർക്കായി. ഇതാണ് ടെർണറി ഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ആണ്. സ്ട്രിംഗ് കമ്പാരിസൺ. ഓക്കെ, 2 സ്ട്രിംഗ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് നമുക്ക് ഈക്വൽ ടു വെച്ച് ചെയ്യാവുന്നതൊക്കെ തന്നെയാണ്. അത് ഇമ്പോർട്ടൻസ് ഇപ്പം അത്ര ഇല്ല, ഞാൻ അതുകൊണ്ട് അതിൻ്റെ ഡെപ്തിലേക്ക് പോകുന്നില്ല. വേറെ കുറേ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടാവും, ഇപ്പം അതിലോട്ട് കടക്കുന്നില്ല. ആഡിങ് സ്ട്രിംഗ് ആൻഡ് നമ്പേഴ്സ്. ഓക്കെ, ഇത് ജസ്റ്റ് നോട്ട് ചെയ്യുക. ഇത് ആക്ച്വലി എന്താണ്, രണ്ടും നമ്പേഴ്സ് ആണ്. അപ്പം അത് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് എന്തായിരിക്കും, ഒരു നമ്പർ ആയിരിക്കും. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു സ്ട്രിങ്ങും ഒരു നമ്പറാണ്. അപ്പോൾ അത് സം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് സ്ട്രിങ് ആണ് വരിക. നമ്മൾ മുമ്പേ മാത്സിലൊക്കെ പഠിച്ചിട്ടുള്ള ആ ഒരു ടൈപ്പ് മൈനസും പോസിറ്റീവും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഏകദേശം ഇവിടെ വരുന്നത്. ഇവിടെ എന്താ വരുന്നത്, ഹലോ പ്ലസ് 5. സ്ട്രിങ്ങിൻ്റെ കൂടെ ഒരു നമ്പർ ആഡ് ചെയ്യുക, അപ്പോൾ സ്ട്രിങ്ങിൻ്റെ ലാസ്റ്റ് ആ നമ്പർ ആഡ് ചെയ്തിട്ട് വരും. ഓക്കെ, ഇതൊക്കെ ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിനെ കുറിച്ച് അത്ര ഡെപ്തിൽ നിന്ന് പോകേണ്ട ആവശ്യമില്ല. പിന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ കടയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം മേടിക്കും. ഇപ്പോൾ ബിസ്ക്കറ്റ് മേടിക്കാൻ വിചാരിക്കുക. ഒന്നില്ലെങ്കിൽ ടൈഗർ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ പാർലേജി ബിസ്ക്കറ്റ് എന്ന് പറയും അല്ലേ. അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഏതാ വരിക, ഓറാറ്. ഓർ എന്നുള്ള ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുക. അതായത് 2 വര, അതിന് പൈപ്പ് എന്നും പറയും. ഓക്കെ, ഈ ഒരു സിംഗിൾ ഇതിനുണ്ടോ പൈപ്പ് ഓപ്പറേറ്റർ എന്നൊക്കെ പറയാം. അപ്പോൾ പാർലേജി ഓർ ടൈഗർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താന്ന് തോന്നില്ലെങ്കിൽ പാർലേജി അല്ലെങ്കിൽ ടൈഗർ, ഇതിലേതെങ്കിലും ഒരെണ്ണം മതി എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ എനിക്ക് പാർലേജിയും ടൈഗറും വേണമെന്നുള്ളൊരു കണ്ടീഷൻ കൊടുക്കുന്ന രീതിയിലാണ് ആൻഡ് എന്ന് പറയുക, അല്ലെങ്കിൽ ലോജിക്കൽ ആൻഡ്, അതായത് പാർലേജി ആൻഡ് ടൈഗർ. ഓക്കെ, പിന്നെ ലോജിക്കൽ നോട്ട്. എന്താ വെച്ചാൽ എനിക്ക് ടൈഗർ ബിസ്ക്കറ്റ് വേണ്ട, നോട്ട് ടൈഗർ. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, എനിക്ക് ടൈഗർ ബിസ്ക്കറ്റ് വേണ്ട, ബാക്കി എന്തും ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ നോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതും നമുക്ക് അത്യാവശ്യം നമ്മൾ പ്രോഗ്രാമിലൊക്കെ കാര്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റേഴ്സാണ്. ഇതും നോട്ട് ചെയ്ത് വെക്കുക. ഇതൊന്നും നിങ്ങൾ ഇപ്പോൾ നോക്കണ്ട, ടൈപ്പ് ഓഫ് ബെറ്റർ ആണ്. നിങ്ങൾക്ക് ഇതൊരു ബിൽഡിംഗ് ഫംഗ്ഷനും കൂടെയാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടൈപ്പ് റിട്ടേൺ ചെയ്ത് തരും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ടൈമിൽ നോക്കാം. ഇപ്പം അതിന് ഇമ്പോർട്ടൻസ് ഇല്ല, അതിൻ്റെ ആപ്ലിക്കേഷൻ അറിയാതെ വെറുതെ നോക്കി പോയിട്ട് കാര്യമില്ല. പിന്നെ ബിറ്റ് വൈസ്, ഇതും ഇപ്പോൾ നിങ്ങൾ നോക്കണ്ട. ഇതൊക്കെ നോക്കാൻ നിന്നാൽ കുറേ കാൽക്കുലേറ്റ് ചെയ്യാനും ഇതിനൊക്കെ നിൽക്കേണ്ടി വരും. ഇപ്പോൾ അതിൻ്റെ ഒന്നും ഇമ്പോർട്ടൻസ് നമ്മൾ ഈ ഒരു വെബ് ഡെവലപ്മെൻറ്റിൽ ഇതിനൊന്നും തീരെ റോൾ ഇപ്പോൾ വരുന്നില്ല. ഓക്കെ, പിന്നെ ഓക്കെ, അത്രയാണ് ഓപ്പറേറ്റേഴ്സ് പറയുന്നത്. മെയിൻലി നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നോട്ട് ചെയ്യുക. പിന്നെ നോട്ട് ചെയ്യേണ്ടത് ഇത് ജസ്റ്റ് റെഫർ ചെയ്താൽ മതി. ഇമ്പോർട്ടൻസ് ഉണ്ട്, എന്നാലും കുറവാണ്. അധികം ഇൻ്റർവ്യൂസിലൊക്കെ അത് അധികം വന്നിട്ടുള്ളത്.
പിന്നെ ആരും നമ്മൾ സ്ട്രിങ് മോഡിഫൈ ചെയ്യുന്നതൊന്നും അങ്ങനത്തെ പരിപാടികളൊക്കെ വളരെ റെയറായിട്ടാണ് ചെയ്യാറ്. പിന്നെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് മനസ്സിലാക്കി വെക്കുക, അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് അതിൽ മെയിനായിട്ട് ഈ ഒരു ഈക്വൽ ടു തന്നെ നോട്ട് ചെയ്താൽ മതി. പിന്നെ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യം യൂസ് ചെയ്യുന്നതാണ്. ഇത് വളരെ റെയറാണ് ഉപയോഗിച്ച് കാണപ്പെടാറ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓപ്പറേറ്റേഴ്സിൽ പറയാനുള്ളത്. ഇനി വീണ്ടും അരിത്തമെറ്റിക്കോ. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഓപ്പറേറ്റേഴ്സിനെ പരിചയപ്പെടുകയേ ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ട്രൈ ടു യുവർ സെൽഫ് വെച്ച് പോയിട്ടില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, അത് നമുക്കൊന്നും ഡെപ്തിൽ പോകുന്നില്ല. ഓക്കെ, ഇനി അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഇനി ഡാറ്റ ടൈപ്പിലേക്ക് കിടക്കാം. ഓക്കെ, എന്താണ് ഡാറ്റ ടൈപ്പ്? നമ്മൾ ഓരോ വ്യക്തിനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നെയിം വെച്ചിട്ടാണ് അല്ലേ. ആ നെയിം ഓക്കെ, നെയിം എന്താണ്, ഒരു വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുക. ആ വ്യക്തിയുടെ ജെൻഡർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മെയിലാവാം ഫീമെയിലാവാം. ഓക്കെ, മെയിൻലി അത് മെയിലോ ഫീമെയിലോ ആയിരിക്കും. അപ്പോൾ അതിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി ഡാറ്റ ടൈപ്പ് എന്നുള്ളത്. ഒരു വേരിയബിള്, ആ വേരിയബിള് ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മെയിലാണോ ഫീമെയിലാണോ, ആ വ്യക്തി മെയിലാണോ ഫീമെയിലാണോ എന്നൊക്കെ നോക്കുമല്ലോ. അതേപോലെ തന്നെ ഈ വേരിയബിളിൻ്റെ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്കൊരു വേരിയബിൾ വരുമ്പോൾ ആ വേരിയബിൾ മേ ബി സ്ട്രിങ് ആവാം, നമ്പർ ആവാം, ഇൻഡിജർ ആവാം. ഇൻഡിജർ മീൻസ് ബിഗ് ഇൻറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. ബിഗ് ഇൻറ്റ് ആവാം, ബൂളിയൻ ആവാം, അൺഡിഫൈൻഡ് അങ്ങനെ ഒരു ഇത് ഡിഫൈൻ ചെയ്തിട്ടില്ല, അപ്പോൾ അൺഡിഫൈൻഡ് വരും. നള്ളാവാം, അതായത് വേരിയബിളിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ. പിന്നെ സിമ്പിൾ ഒബ്ജക്റ്റ്, ഈ ഒബ്ജക്റ്റ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സിമ്പിളും നള്ളൊക്കെ വളരെ റെയറാണ്. ഇതിൽ ബിഗിൻറ്റും കാര്യമായിട്ട് വരില്ലൊന്നുമില്ല. ബൂളിന് നമ്പർ, സ്ട്രിങ്, പിന്നെ ഇത് നമുക്ക് എറർ വരുമ്പോഴാണ് അധികം ഇതിനെ കാണുക. പിന്നെ ഒബ്ജക്റ്റും വരും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻലി നോട്ട് ചെയ്യേണ്ടത്: സ്ട്രിങ്, നമ്പർ, ബൂളിന്, ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഒരു 8 ഡാറ്റ ടൈപ്പാണ്. പിന്നെ ഈ ഒബ്ജക്റ്റ് ഡാറ്റ ടൈപ്പ് പറഞ്ഞ് വേറൊരു ഏരിയ ഉണ്ട്. എന്താ വെച്ചാൽ ഒരു ഒബ്ജക്റ്റ്, ഒരു അറേ, ഒരു ഡേറ്റ്, ഇതൊക്കെ ഒരു ടൈപ്പ് ഒബ്ജക്റ്റ് ആയിട്ടുള്ളൊരു ഡാറ്റ ടൈപ്പാണ്. ഓക്കെ, നമുക്ക് ഇതിനൊക്കെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഡെപ്തിൽ നോക്കാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ടൈപ്പ് ഓഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. നമ്മൾ നേരത്തെ ഒരു ഇത് പറഞ്ഞല്ലോ, ടൈപ്പ് ഓഫ്. ഇവിടെ ഞാൻ ഏത് കൊടുത്താൽ ഒന്നും വരില്ല, അൺഡിഫൈൻഡ് ആണ്. അങ്ങനെ ഒരു, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എറർ വരുമ്പോഴാണ് ഇത് അധികം വരിക എന്ന് പറഞ്ഞില്ലേ, ഇയാളെ കിട്ടി. നേരെ മറിച്ച് എ ഈക്വൽ ടു 1.1 കൊടുത്തു. ടൈപ്പ് ഓഫ് എ കൊടുത്തപ്പോൾ നമ്പറാണ്. ഈക്വൽ ടു ഞാൻ വലിയൊരു നമ്പർ കൊടുക്കുകയാണ്. ഓക്കെ, ഇതും നമ്പറായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്, ബിഗിൻ്റെ എന്നുള്ള രീതിയിൽ വന്നിട്ടില്ല. ഇനി നമുക്ക് എൻ്റെ വാല്യൂ ഒന്ന് അൾട്ടർ ചെയ്ത് നോക്കാം. ഇപ്പോൾ എൻ്റെ വാല്യൂ എന്തോന്നു, സ്ട്രിങ് ആയി. അതായത് എയിലേക്ക് എന്താണ് കൊടുക്കുന്നത്, സ്ട്രിങ് ആണെങ്കിൽ സ്ട്രിങ്, നമ്പർ ആണെങ്കിൽ നമ്പർ. ഇനി ബൂളിയൻ എങ്ങനെ വരിക നോക്കാം. ബൂളിയൻ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എയിലേക്ക് വാല്യൂ ട്രൂ എന്ന് അസൈൻ ചെയ്യണം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ജാവാസ്ക്രിപ്റ്റിൽ ട്രൂ എന്നുള്ളത് ഇത് സ്ട്രിങ് ആയിട്ടല്ല കൊടുത്തിട്ടുള്ളത്, ബൂളിയൻ വാല്യൂസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ട്രൂ എന്ന് ഇങ്ങനെ കൊടുത്താൽ മതി. ഇത് ടൈപ്പ് ഓഫ് ഏത് കൊടുത്തപ്പോൾ അത് ബൂളിയൻ ആവുന്നത്. നേരെ മറിച്ച് ഞാൻ സ്ട്രിങ് ആക്കിയിട്ടാണ് കൊടുത്തു കഴിഞ്ഞാൽ, ടൈപ്പ് ഓഫ് എ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്ട്രിങ് വരും. ഈ കേസ് ഈ സ്ട്രിങ്ങിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു ബൂളിയൻ വാല്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്ട്രിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, പിന്നെ വരുന്നത്
ഓക്കെ ഓക്കെ എല്ലാ ടൈപ്പ് എക്സാമ്പിൾസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്പേഴ്സിന് ഒരു എക്സാമ്പിളാണ്, ഇത് സ്ട്രിങ്ങിന് ഒരു എക്സാമ്പിളാണ് ഈ കാണിക്കുന്നത്, ബോളിന് എക്സാമ്പിളാണ് ഇത് കാണിക്കുന്നത്, ഒബ്ജക്റ്റിന് എക്സാമ്പിളാണ് ഇത് കാണിക്കുന്നത്. ഇത് ജസ്റ്റ് ഇപ്പോൾ കണ്ടിരുന്നാൽ മതി, പിന്നെ ആപ്ലിക്കേഷൻ ലെവൽ വരുമ്പോൾ നമുക്ക് ആ സമയത്ത് നോക്കാം. ഓക്കെ, അറേ ടൈപ്പ് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. പിന്നെ ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഡേറ്റ്, നമ്മൾ കറണ്ട് ഡേറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡേറ്റുകളൊക്കെ വെച്ച് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റാണ് ഡേറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഒബ്ജക്റ്റ് ഇതുപോലെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതൊക്കെ ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും അറിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെ വരുന്നത് ഇതൊക്കെ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ ശരിക്കും ഈ ഒരു ഓപ്പറേറ്റർ പഠിക്കുമ്പോൾ കാണുന്ന എക്സാമ്പിളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ആൾമോസ്റ്റ് ഇവിടെ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയക്കൊന്നും അല്ലാണ്ട് ഡെപ്തിൽ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് അധികം കൺഫ്യൂഷൻ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഈ ഒരു ഏരിയ ക്ലിയർ ചെയ്ത് തരാം. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ലെറ്റ് ആൻസർ 1 ഈക്വൽ ടു ഒരു സെൻറ്റൻസ് അതിലേക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇത് എന്താണ്, ഡബിൾ കോഡ്സ് സ്റ്റാർട്ട് ചെയ്തു എൻഡ് ചെയ്തു, അതിനകത്ത് ഒരു സിംഗിൾ കോഡ്സ് കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു, ഇത് ഈ ഒരു രീതിയിൽ തന്നെ വന്ന്. ഞാനിവിടെ സപ്പോസ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിച്ചു, ഒന്നും വന്നില്ല. ഒന്നും വരാതിരിക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മളെ സിൻടാക്സ് ഇവിടെ ഇഷ്യൂ അടിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ഇവിടെ ബ്രേക്കായി, എററായിട്ട് ബ്രേക്കായി എന്നുള്ളതാണ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡബിൾ കോഡ്സിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അത് ഡബിൾ കോഡ്സ് എന്ന് പറഞ്ഞിട്ടില്ല, ഏതാണെന്നുണ്ടെങ്കിൽ നമ്മൾ റാപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിംഗിൾ കോഡ്സോ അല്ലെങ്കിൽ ഡബിൾ കോഡ്സോ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യുന്നവരേക്കാണ് അത് അതിൻ്റെ ഒരു ഇത് കൺസിഡർ ചെയ്യുക, ഈ ലൈഫ് കൺസിഡർ ചെയ്യുക. ഇപ്പം ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എൻഡായി, അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നാണ് ഇത് വിചാരിച്ചത്. പിന്നെ ഇവിടെ ഇതിന് ശേഷം ഇവിടെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് എന്താണെന്ന് പ്രോഗ്രാമിന് മനസ്സിലായില്ല, അതുകൊണ്ട് അവിടെ എററായി എന്നുള്ളതാണ്. ഇവിടെ ഇത് സിംഗിൾ കോഡ്സ് ഇതിനിടയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇതിങ്ങനെ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു സ്ട്രിങ് ആണ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യും, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇവിടെ റണ്ണായി. ഇവിടെ അതേപോലെ തന്നെ ഈസ് കോൾഡ് ജോണി, ഇവിടെ സിംഗിൾ കോഡ്സ് ഓപ്പൺ ചെയ്തു, അതേപോലെ ഇവിടെ എക്സിറ്റ് ചെയ്തു. അതിന് പുറത്താണ് ഡബിൾ കോഡ്സ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് കുഴപ്പമില്ല. നേരെ മറിച്ച് അതിനുള്ളിലാവുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമായതിനെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ എറർ അടിച്ചു, കാരണം ഇവിടെ കോഡ്സ് ഓപ്പൺ ചെയ്ത് ഈ സിംഗിൾ കോഡ്സ് ക്ലോസ് ചെയ്യുന്നതിന് ശേഷം മുന്നേ ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്തപ്പോൾ അവിടെ ഇഷ്യൂ അടിച്ചു. അപ്പോൾ ഏതാണോ അത് സ്റ്റാർട്ട് ചെയ്ത് അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു സ്ട്രിങ് പൂർണ്ണമാവുന്നില്ലൊരു മീനിങ്ങിൽ കൺസിഡർ ചെയ്താൽ മതി. ഇൻ കേസ് അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്തതിന് ശേഷം ലാസ്റ്റത്തത് ക്ലോസ് ചെയ്യുക. എപ്പോഴും ഓപ്പൺ ചെയ്തത് ക്ലോസ് ചെയ്തിട്ട് അടുത്ത ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക. ആ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എല്ലാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഏതാ ഓപ്പൺ ആയി കിടക്കുന്നത് അത് ക്ലോസ് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ പോകണം എന്നുള്ളതാണ്. പിന്നെ അത്ര അധികം നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒന്നും ഇവിടെ ഇല്ല. നമുക്ക് ഒന്നില്ലെങ്കിൽ സിംഗിൾ കോഡ്സ് ഓപ്പൺ ചെയ്യുക, ആ സിംഗിൾ കോഡ്സ് ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ സിംഗിൾ കോഡ്സ് ഓപ്പൺ ചെയ്യുക, ഡബിൾ കോഡ്സ് ഓപ്പൺ ചെയ്യുക, പിന്നെ ഡബിൾ ക്ലോസ് ചെയ്യുക, സിംഗിൾ ക്ലോസ് ചെയ്യുക. ഇത്രയും ഓപ്ഷനുള്ളൂ. അല്ലെങ്കിൽ ഇത് തിരിച്ചും. അല്ലാതെ 3-4 സിംഗിൾ കോഡ്സ് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് ഫീലൊന്നും വരില്ല. ഓക്കെ, ഇങ്ങനെ അസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ വരും. മറ്റേത് വേറെ നമുക്ക് ഓരോന്നിനും ഓരോ മീനിങ്ങും വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നോക്കാം, വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇവിടെ നമുക്ക് ഈ ഒരു രീതിയിലും കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലും കൊടുക്കുക. ഇത് മിക്സപ്പ് ചെയ്തിട്ട് കൊടുക്കരുത്. അതായത് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, ഡബിൾ കോഡ്സിൽ ഓപ്പൺ ചെയ്തു, ഇവിടെ ഡബിൾ കോഡ്സിൽ എൻഡ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ജോണി എന്നുള്ളത് ഡബിൾ കോഡ്സിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഇവിടെ എന്തായി, ഇവിടെ ആക്ച്വലി എറർ ആയിട്ടുണ്ട്, ഒന്നും ഔട്ട്പുട്ട് കാണൂല. നമുക്കത് അങ്ങനെ തന്നെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ വേറെ ക്യാരക്ടേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ
ആ ഒരു രീതിയിൽ വരും. അപ്പോൾ ഈ ക്യാരക്ടറിനെ പറ്റി നമുക്ക് പോകുന്ന വഴിക്ക് കാണുമ്പോൾ പഠിക്കാം. ഓക്കെ, നമ്പേഴ്സ്, എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻസ്, ബിഗ് ഇൻറ്റ്, ബൂളിയൻ, അറേ. ഓക്കെ, അറേ ഒബ്ജക്റ്റും ഉണ്ടോ? ഓക്കെ, അറേ ഒബ്ജക്റ്റും. ഓക്കെ, എന്തായാലും നമുക്ക് അറേയും ഒബ്ജക്റ്റും കൂടെ ഒന്ന് മനസ്സിലാക്കാം, എന്നിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ എന്താണ് അറേ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മൾ നേരത്തെ ഒരു ബിസ്ക്കറ്റിന്റെ കഥ പറഞ്ഞല്ലോ അല്ലേ. ഇതിപ്പോൾ ഒരു ബിസ്ക്കറ്റ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുക. അതിനകത്ത് എത്ര ഐറ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര, ഇതൊരു ബിസ്ക്കറ്റിന്റെ പാക്കറ്റ്, അതിനകത്ത് ഒരു 3 ബിസ്ക്കറ്റ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുക. ഓക്കെ, അതാണ് എന്ത് കൈൻഡ് ഓഫ് അറേന്റെ ലോജിക്ക്. അങ്ങനെയാണ് വർക്ക് ആവുക. നമ്മൾ ഒരു പാക്കറ്റ്, അതിനകത്ത് ഒരേപോലത്തെ ഐറ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് എത്ര ഐറ്റംസ് ഉണ്ട്, അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മോഡലാണ് എന്ത് അറേ എന്നുള്ളത്. മെയിൻലി നമുക്ക് ഇപ്പോൾ കാർസ് എന്ന് പറഞ്ഞിട്ട് ഒരു കളക്ഷനാണ്. ആ കളക്ഷൻ്റെ അകത്ത് വരുന്ന കാറുകൾ. ഓക്കെ, ഇതിപ്പോൾ സാബ്, വോൾവോ, BMW, ഈ 3 ടൈപ്പ് കാറുകളാണ് ഇതിൽ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് ഓരോ വേരിയബിളിനെയും അല്ലെങ്കിൽ ഓരോ വാല്യൂവിനെയും ആക്സസ് ചെയ്യുക അതിൻ്റെ ഇൻഡെക്സ് വെച്ചിട്ട്. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കാർസ് ഓഫ് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാർസ് എന്നുള്ള വേരിയബിളിൽ എന്താണ് കിടക്കുന്നത്? ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ 0th 1 എന്ന് പറയുന്നത് ഇതാണ്, ഇത് 1 എന്ന് പറയുന്നത് ഇതാണ്, 2th ഇൻഡെക്സ് പറയുന്നത് ഇതാണ്. അപ്പോൾ കാർസ് ഓഫ് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സാബ് വരും, കാർസ് ഓഫ് 1 കൊടുത്തു കഴിഞ്ഞാൽ വോൾവ് വരും, 2 കൊടുത്തു കഴിഞ്ഞാൽ 2 അല്ല 3 ആണ്, 2 കൊടുത്തു കഴിഞ്ഞാൽ BMW വരും, 3 കൊടുത്തു കഴിഞ്ഞാൽ 3 എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ ഇല്ല, അപ്പം അൺഡിഫൈൻഡ് ആണ്. അത് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ മീനിങ്. നമുക്ക് -1 കൊടുത്ത് നോക്കാം. വെറുതെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. -1 കൊടുത്തപ്പോഴും 0 ആണ്, കാരണം പ്രത്യേകിച്ച് -1th ഇൻഡെക്സിലൊന്നും ഇല്ല എന്നുള്ളൊരു മീനിങ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വാല്യൂ ആഡ് ചെയ്യുന്നതും അതൊക്കെ സെപ്പറേറ്റ് ഒരു ഏരിയ വരുന്നുണ്ട്. അവിടെ അറേ എന്ന് പറഞ്ഞ ഒരു കാര്യം വരുന്നുണ്ട്. ഇത് ആക്ച്വലി നമ്മൾ ഡാറ്റ ടൈപ്പ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും രീതിയിലുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. നേരത്തെ നമ്മൾ ഓപ്പറേറ്റേഴ്സ് പഠിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഫുള്ള് ഓപ്പറേറ്ററിൻ്റെ കളി തന്നെയായിരുന്നു. ഇവിടെ ഡാറ്റ ടൈപ്പ് പഠിച്ചിട്ട് ഇനി താഴെ വീണ്ടും ഇതൊക്കെ നമ്മൾ നേരത്തെ നോക്കിയതല്ലേ നിങ്ങളൊരു ഫീൽ നമുക്ക് വരും. കാരണം എന്താ വെച്ചാൽ ഇത് ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടേണ്ടി വരും. അപ്പം അതുകൊണ്ടാണ് ഇവർ ഈ ഒരു രീതിയിൽ ഡോക്യുമെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലേക്ക് ബാക്കി അഡീഷണൽ ഓപ്പറേഷൻസ്, ഈ അറയിലേക്ക് വാല്യൂസ് എങ്ങനെ കയറുക, അവിടുന്ന് എങ്ങനെ ഇറക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അപ്കമിങ് ടോപ്പിക് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നോക്കാം. അതേപോലെ വേറൊരു ടൈപ്പാണ് വരുന്നത് ജാവാസ്ക്രിപ്റ്റിലെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒബ്ജക്റ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനൊന്നും വലിയ പണിയൊന്നുമില്ല. അതായത് ഈ ടൈപ്പ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സംഭവങ്ങളാണ് മെയിൻലി ഒബ്ജക്റ്റിനകത്ത് വരിക. ആ ഒരു രീതിയിലാണ് അതിനെ റൈറ്റ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഒരു നെയിമും വാല്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ കീ വാല്യൂ എന്ന് പറയും, അല്ലെങ്കിൽ നെയിം വാല്യൂ പറയും. ഇതിൻ്റെ ഒരു കളക്ഷൻ രൂപത്തിലാണ് അതിൽ വരിക. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒബ്ജക്റ്റാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. ഓക്കെ, ഇത് ഇങ്ങനെ കൊടുത്തു വിചാരിച്ചിട്ട് പ്രോഗ്രാമിന് ഒന്നും സംഭവിക്കില്ല. കാരണം എന്താണ്, ഇത് ഒരു സിംഗിൾ ലൈൻ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലാണ് കമ്പൈലറിന് ഇത് അണ്ടർസ്റ്റുഡ് ചെയ്യുക. നമുക്ക് ഒന്നുകൂടെ വൃത്തിയിൽ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്പേസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല, കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇങ്ങനെ കൊടുത്താലും ഇത് റൺ ചെയ്യും. പക്ഷേ ഇതിൻ്റെ സിൻടാക്സും കാര്യങ്ങളും തെറ്റിക്കാതിരുന്നാൽ മതി. ഞാനിവിടുന്ന് ഒരു കോമ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ച് അവിടെ എററായി, ഡാറ്റ ഒന്നും വന്നില്ല. ഓക്കെ, ഇവിടെ നെയിം വാല്യൂ പെയർ അല്ലെങ്കിൽ കീ വാല്യൂ പെയർ എന്ന് ആ രീതിയിൽ വേണമെന്ന് പറഞ്ഞല്ലോ. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ കീ എന്ന് പറയുന്നതാണ് ഈ ബ്ലാക്ക് കളറിൽ എഴുതിയിട്ടുള്ളത്. ബാക്കി റെഡ് കളറിലോ ഈ ബ്രൗൺ കളറിലോ കൊടുക്കുന്നത് എന്താണ്? വാല്യൂ ആണ്.
ഓക്കെ. ഈ പേഴ്സൺ എന്ന ഒബ്ജക്റ്റിലെ ഫസ്റ്റ് നെയിം എന്നുള്ള കീയിൽ വരുന്ന വാല്യൂ ഏതാണെന്ന് വെച്ചാൽ ജോൺ എന്നാണ്. പേഴ്സൺ എന്ന ഒബ്ജക്റ്റിലെ ഏജ് എന്നുള്ള കീയിൽ വരുന്ന വാല്യൂ ഏതാ വെച്ചാൽ 50 എന്നുള്ളതാണ്. അതിനെ ആക്സസ് ചെയ്യുന്ന രീതി പേഴ്സൺ ഡോട്ട് ഫസ്റ്റ് നെയിം. ഈ പേഴ്സണിൽ നിന്ന് ഫസ്റ്റ് നെയിം. അപ്പം എന്ത് സംഭവിക്കും? ജോൺ എന്നുള്ളതാണ് അവിടെ വരിക. ആ ജോണാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെന്താ, പേഴ്സൺ ഡോട്ട് ഏജ് പറഞ്ഞിട്ടുണ്ട്. ആ 15 ഇവിടെ വന്നിട്ടുള്ളത്. അതായത് പേഴ്സൺ ഡോട്ട് ഏജ് എന്നുള്ളത്. ഓക്കെ. ഇതിപ്പോൾ പഠിക്കുന്നത് എന്താ വെച്ചാൽ മെയിൻലി ഡാറ്റ ടൈപ്പ്, ഒരു ഒബ്ജക്റ്റ് ടൈപ്പ് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അതുപോലെ അറേയും ഒബ്ജക്റ്റും നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതിൽ അപ്കമിങ് ഏരിയയിൽ അത് ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ടോപ്പിക്ക് കവർ ചെയ്യുമ്പോൾ അത് ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ച് പ്രാക്ടിക്കൽ ലെവലും കൂടെ ടാസ്ക് തരാനുണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്ത് ലെവലായി വന്നാൽ തന്നെ ഈ കൺസെപ്റ്റൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ നമുക്ക് പിന്നെ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഞാൻ ജസ്റ്റ് നേരത്തെ കാണിച്ച പോലെ തന്നെ ഏതാണ് ഈ ഒരു ഓപ്പറേറ്ററിൻ്റെ ടൈപ്പ്. ഇപ്പോൾ ടൈപ്പ് ഓഫ് പേഴ്സൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റ് ആയിട്ടാണ് വരിക. ഇവിടെ ടൈപ്പ് ഓഫ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രിംഗ് ആയിട്ടാണ് വരിക. ഓക്കെ, ഒക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് ഓഫ് 3+4 3 4 കൂട്ടി കഴിഞ്ഞാൽ ഒരു നമ്പറാണ് വരിക. അതിൻ്റെ ടൈപ്പ് എന്താ നോക്കി കഴിഞ്ഞാൽ അതും ആക്ച്വലി ഒരു നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ ഡാറ്റ ടൈപ്പിൽ പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഫംഗ്ഷനെ പരിചയപ്പെടാനുണ്ട്. ഇതിലിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വേരിയബിൾ ഉണ്ട്, ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ഡാറ്റ ടൈപ്പ് ഉണ്ട്. ഈ 3 കാര്യങ്ങളാണ്. സിൻടാക്സും ഉണ്ട്. സിൻടാക്സ് വെച്ചാൽ അത് എഴുതുന്ന രീതി. അപ്പോൾ ഇത് ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സിൻടാക്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്താണോ വേരിയബിൾ കൊടുക്കാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ലെറ്റർ, എന്താ ആ വേരിയബിളിൻ്റെ പേരെന്താ വെച്ചാൽ ആ പേര് കൊടുക്കുക. പിന്നെ വേരിയബിളിലേക്ക് എന്തെങ്കിലും അസൈൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഈക്വൽ ടു കൊടുക്കുക. പിന്നെ എന്താണ് അസൈൻ ചെയ്യപ്പെടേണ്ടത് ആ വാല്യൂ കൊടുക്കുക. പിന്നെ സെമിക്കോളൻ ഇട്ട് കൊടുക്കുക. ഇതാണ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 4 മെയിൻ ഏരിയാസ് കവർ ചെയ്ത്. നമുക്ക് ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞാലേ ജാവാസ്ക്രിപ്റ്റ് ഏകദേശം കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് HTML കമ്പൈൻ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് ജാവാസ്ക്രിപ്റ്റ് ഏകദേശം ഒന്ന് ഫുൾഫിൽ ആയതിനു ശേഷം നമുക്ക് ആ ഏരിയയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. അഡീഷണൽ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.